ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് ഒരു കുറുമയാണ്. അതായത് പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ കുറുമയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അതിനായിട്ട് ഞാൻ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 3 മീഡിയം സൈസ് തക്കാളി, ഒരു 8 അല്ലി വെള്ളുള്ളി, 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. കുറുമയ്ക്ക് ഏറ്റവും ബെറ്റർ സാധനം വലിയ ജീരകം. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 മുറിയിലധികം നാളികേരം ചിരവിയതും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ അതേപോലെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഉരുളക്കിഴങ്ങും തക്കാളി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസ് ആക്കാവുന്നതാണ്. ഇനി നമ്മൾ കുറുമ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഒരു 3-4 കഷ്ണം ചെറിയ പട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതേമാതിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റോളം അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് പകുതി നമ്മളെടുത്ത വെള്ളുള്ളിയുടെ പകുതി മാത്രം കട്ട് ചെയ്ത് അതും ചേർത്ത് അതുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് നമുക്ക് അധിക സമയം വഴറ്റൊന്നും വേണ്ട. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളതാണ്. ഇപ്പോൾ നികരെ വെള്ളം ഒഴിക്കുക. ഞാൻ അതപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് നാളികേരം ഒന്ന് അരച്ച് വരാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവി ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പെരുംജീരകം 3/4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കി 4 വെള്ളുള്ളി അതും ചേർത്ത് കൊടുത്ത് അല്പം വെള്ളമൊഴിച്ച് ഇതേപോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കിഴങ്ങൊന്നും അധികം വെന്തിട്ടൊന്നുമില്ല, ഒരു ഹാഫ് വേവായിട്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് പോരാത്ത ഒരു അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 5-8 മിനിറ്റ് കൂടി നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ ഒരു 8 മിനിറ്റ് കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടി. കണ്ടില്ലേ, കിഴങ്ങ് നന്നായിട്ട് വെന്ത്, പിന്നെ തക്കാളിയാണല്ലോ അതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾക്ക് അരപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് കുറുമയ്ക്ക് പാകത്തിന് ആ ഗ്രേവി ആക്കുക. എല്ലാവർക്കും അറിയാമല്ലോ കുറുമയുടെ ഒരു തിക്നെസ്, അതേ കണ്ടീഷനിൽ എടുക്കുക. ഇത് നമ്മൾക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വീട്ടമ്മമാർക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു 2 പൊട്ടറ്റോ, 2 തക്കാളി, 1 സവാള ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ലപോലെ ഒരു 1-1.5 മിനിറ്റ് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1.5 മിനിറ്റ് 2 മിനിറ്റ് തിളപ്പിക്കുക. അതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്കൊരു 3/4 സ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കുറുമ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അടിപൊളി കുറുമ തന്നെ ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിക്ക് നല്ല രുചിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കി പോരാക്കേണ്ട ഒരു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ തക്കാളി ചേർത്ത് കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറുമയ്ക്ക് നമുക്ക് പല പല കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസൊക്കെ. അപ്പോൾ ഇതൊന്നും വേണ്ട. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില മാത്രം അതിൻ്റെ മേലെ തൂവി കൊടുത്തു. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല സൂപ്പർ കുറുമയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറുമയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ആ പെരുംജീരകം അരച്ചതും വെള്ളുള്ളിയൊക്കെ തന്നെയാണ്. അപ്പോൾ തന്നെ നല്ല രുചിയും മണവും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നോക്കാം. കറക്റ്റ് ആ കുറുമയുടെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പുട്ടായാലും ശരി, അപ്പമായാലും ശരി, ചപ്പാത്തി ആയാലും എന്തിനും ഇത് കഴിക്കാൻ പറ്റും. അപ്പം ഞാനിതിന്ന് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചൂട് ദോശയും കുറുമയും സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.